അതെ ബോംബ് ചേട്ടനോ? ബോംബ് വെക്കാൻ വന്നതാന്ന് പറഞ്ഞോ? ആ ചുമ്മാ പുള്ളി അത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പട്ടാളത്തിലായിരുന്നു. ഇവിടെ പട്ടാളത്തെക്കാളും ചിട്ടയാ. അടിപൊളിയായിട്ട് പാടുന്നുണ്ടല്ലോ. അതിനെല്ലാം ലൂസ് പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ഈ സ്വിച്ച് ഇച്ചിരി ലൂസുണ്ട്, അത് അനക്കാതെ സെറ്റാക്കി വെച്ചേക്കുക. പിന്നെ ഓപ്പൺ സ്വിച്ച് ഞാനിപ്പോൾ ഒരുവിധം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ സ്വിച്ച് പിന്നെ ആ സാധനമായിരുന്നു പോയത്, നമ്മുടെ CD ഇടുന്നത്. അതിപ്പോൾ എടുക്കുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോണം. ഞാൻ വേറൊരെണ്ണം എടുത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുക. CD അല്ലേ സാർ ഉപയോഗിക്കുന്നത്, അപ്പോൾ ഇതേ തൊടാൻ പോകണ്ട. ഓപ്പൺ പിന്നെ ഞെക്കാതിരിക്കാൻ പറ്റിയല്ല, ഓപ്പൺ ഞെക്കണം. അത് വേണേ ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ പെട്ടെന്ന് മറന്നു പോകാതിരിക്കാൻ. വേറെ ആരെങ്കിലും വേറെ ആരെങ്കിലും വരുമ്പോഴേ ഞെക്കാതിരുന്നോളൂ. മാറ്റണമെന്നുണ്ട്, അന്നേരം മാറ്റിയാൽ മതി. ഇപ്പോൾ ഇങ്ങനെ ഇരുന്നോട്ടെ. ഇത് പൊളിച്ചെടുക്കാവുന്നതാണ്, ഞങ്ങൾ പൊളിഞ്ഞു പോരുന്നതാണ്. അല്ല വിരുന്നുകാരും വന്നാലേ അറിയാതെ ചിലരെ കാണുന്നവർ അല്ല, എല്ലാവരും വരുന്നവരെല്ലാം ഇങ്ങനെ വരെ ഞെക്കാണല്ലോ. ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അന്നേരം അവിടെ പിടിച്ച് ഞെക്കുന്നു, ഇവിടെ പിടിച്ച് ഞെക്കുന്നു. ഓപ്പണിനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒന്നുകൂടെ ഒന്ന് തുറന്ന് ചടച്ചാൽ മതി. ഇത് സ്വിച്ചിൻ്റെ ആണ്, സ്വിച്ച് ഇച്ചിരി പക്ഷെ 10 പ്രാവശ്യം ചെന്ന് കഴിയുമ്പോൾ ഓക്കെ ആയി. ഓപ്പണായി കിടക്കുമായിരുന്നു. പിന്നെ അത് എടുക്കുമ്പോൾ അതേലും ഒന്ന് പിടിച്ചെടുത്താൽ മതി. കാരണം തുറന്നില്ല, തുറക്കാതെ കാര്യം ചെയ്തു. തുറക്കേണ്ട ആവശ്യമില്ല, ആവശ്യമില്ലാതെ തന്നെ തുറക്കുന്നത്. ഇത് എടുക്കുമ്പോഴേ തുറന്നാല് ഇതിന് പഴയ വാഷറൊക്കെ അല്ലേ പലതും. ഇതുണ്ടല്ലോ, ഇതിപ്പോൾ സാർ എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ഇതേലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് എടുത്താൽ മതി. മനസ്സിലായില്ലേ? ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇത് എടുക്കണം, എങ്കിലേ ഇത് പോരത്തുള്ളൂ. അപ്പം ഈ CD ഇടുമ്പോഴും എടുക്കുമ്പോഴും ഈ സാധനം ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാനിത് വേറൊരെണ്ണം എടുത്തിട്ട് പശയിട്ട് വെച്ചിരിക്കും, പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ പഴയതിരുന്നത് പോലെ അത്ര ഒരു ബലം കാണിയാലെങ്കിലും കുഴപ്പമില്ല. ഇത് ഇടുമ്പോഴും എടുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് വീണിട്ടുണ്ട്, അത്രേ ഉള്ളത്. കറങ്ങണം, അത് ഒത്തിരി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് പൊക്കി വിടേണ്ടി വരും. അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മുടെ പശയും തേടി പശ ഇട്ടങ്ങ് വിട്ടേക്കാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് ഒട്ടിക്കോളൂ. ഇത് ഊരിപ്പോരുന്നതാണ് ഇങ്ങനെ, അറിയാമല്ലോ. ചേട്ടന് ഇച്ചിരി പണിയൊക്കെ അറിയാവുന്നതാണല്ലേ. അപ്പോൾ അതൊന്നും ഇത് കണ്ടോ, മുട്ടാതെ ഇങ്ങനെ കറങ്ങണം, അത്രേ ഉള്ളൂ. പിന്നെ ഇത് കറക്റ്റ് ഇത് ഓപ്പൺ തന്നെ നിന്നാൽ ഒന്നുകൂടെ തുറന്നിട്ട് ഒന്നുകൂടെ ഇട്ടാൽ മതി. അപ്പോൾ ലോഡായിക്കോളും കേട്ടോ. ആ സ്വിച്ചിൻ്റെ ആണ്. വയസ്സും പ്രായമായതിൻ്റെ കുഴപ്പമാണ്. ചെറിയ മുട്ടിന് വേനയും കാലിന് വേനയൊക്കെ ഉണ്ട്. അതെ അല്ലേ, സെക്കൻഡ് ഹാൻഡ് പുത്തൻ സാധനം. പക്ഷെ ഇപ്പോഴും ഇത് പയറ് പോലെ CD എടുക്കുന്നുണ്ട് ചാടി കയറി. അതെ, കിട്ടാനില്ലാത്തതുകൊണ്ട്. പക്ഷേ അതാണ് അവിടെ ഇരിപ്പുണ്ടേ ബസ് സ്റ്റാൻഡല്ല. തൊട്ടിട്ടില്ല, അയച്ചിട്ടില്ല, പറയാൻ കാര്യമാണ്. ആരും തൊട്ടിട്ടില്ല, അയച്ചിട്ടില്ല സാധനം. അതുകൊണ്ടാണ് കൊണ്ടുവന്നല്ലേ വിലപ്പെട്ടെടുത്തത്. ഞങ്ങളുടെ മോനോ മോഹന കുളവാക്കുകാരനാണോ? കണ്ണ് കാണാൻ വരുന്നായി. പണി നിർത്തണം, പണി നിർത്തേണ്ട സമയമായി. കണ്ണ് കാണത്തില്ലെങ്കിൽ പണി നിർത്തണം. ഞാൻ കണ്ണ് കാണാൻ മേലെ നാകുന്നതിന് മുമ്പേ പണി നിർത്തുക. ഹലോ ഹലോ, പറഞ്ഞോ. ആരാണ് വിളിക്കുന്നത്? മണ്ണുമൂടി സാറിന്റെ മോനാ അല്ലേ? എന്നായിരുന്നു സാറേ? പറഞ്ഞോ സാറേ, എന്നായിരുന്നു വിലയാണോ അറിയണ്ടേ? ഉണ്ടല്ലോ. ഞാൻ ഒരു തുള്ളി പശ ഒഴിച്ച് വിട്ടേക്കാം.
അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളൂ. ഏ ആ ആ ഒരു തുള്ളി പശ വിട്ടേക്കാം. ആ അത് തന്നെ കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. ഏതാ അരി? ഏതിൻ്റെ അരി? സാറിന് എത്രയുടെ വോൾട്ടിൻ്റെയാണ് വേണ്ടേ? നമുക്ക് 50 വോൾട്ട്. എത്ര ഔട്ട് 50 വോൾട്ടും ആംബിയർ എത്രയാണ് വേണ്ടേ? നമുക്ക് 38 വോൾട്ട് 10 ആംബിയറിൻ്റെ പവർ സപ്ലൈ ഉള്ളൂ. നമുക്കതില്ല കേട്ടോ. ഓക്കെ, 38 വോൾട്ട് 10 ആംബിയറേ ഉള്ളൂ. ഓക്കെ, വേണമായിട്ടൊന്നുമില്ല, ലോകത്ത് കിട്ടിയല്ലാത്ത സാധനം വിളിച്ചത്. മറ്റേ പശ പറഞ്ഞോണ്ടേ പശ പശ അല്ല ഇതേലേറ്റ അതതിൻ്റെ ആ മുട്ട തൊട്ടൊന്നും പോയല്ല. ആ തുറന്നിരുന്നോട്ടോ ഒരു മിനിറ്റ്. ഓക്കെ, ഉണങ്ങുന്നവരെ പശ പിടിച്ച പശയാണ്. പശ പിടിച്ചോ? ഇല്ല. ഇതും സാറിന്റെ ബിൽഡിംഗ് വിട്ടാണല്ലേ? പശ തിരിച്ചു വെച്ചോ? നമ്മുടെ ബിൽഡിംഗ് വിട്ടാണോ? ഇത് മൊത്തം 4 നിലയല്ലേ? എന്തോ അല്ലേ, നമ്മളിനെ ഇപ്പോൾ വിൽക്കുക, നമ്മളിതിനെ വേറെ പണിക്കൊന്നും പോകുന്നില്ല. റിപ്പയർ ചെയ്തേ. വോൾട്ടേജ് നോക്കണേ. വോൾട്ടേജല്ലേ കിടക്കുന്നത്? എത്ര കാണിക്കുന്നു പറയണേ. മൈനസാ അല്ല, ഇപ്പോഴേ കാണിക്കുള്ളൂ. 5 വോൾട്ടാണോ? 5.2 ഇപ്പോഴോ? 12.3. 12. ഇത് 5. 5.1. 5.1. ഓക്കെ, മാർക്കറിങ് ആണ്. അടച്ചു വെച്ചു. ഞങ്ങളുടെ മണ്ണാട് ഞങ്ങളുടെ അവിടുത്തെ ഭയങ്കര റിപ്പയറുണ്ട്. അതേടാ പുറത്ത് പഠിച്ചതാണ്. റിസീവർ മാത്രമേ നോക്കുള്ളൂ. റിസീവർ ഏറ്റവും കുറഞ്ഞ റേറ്റ് 3,000 രൂപ. അതിൻ്റെ കുഴപ്പമൊന്നും കാര്യമില്ല. അത് മുഴുവൻ അഴിക്കണമെങ്കിൽ ഉണ്ട്, ഇച്ചിരി പാടാം. എന്നതാ റിസീവർ ബോർഡ് അടിച്ചടിച്ച് കിട്ടിയിട്ട്. അതെ, അപ്പം നമ്മൾ മേടിക്കുന്ന പൈസ കുറവാന്ന് ഇവിടെ പറയുന്നത് ശരിയല്ലേ? ജെൻസി എപ്പോഴും പറയുന്നത് എൻ്റെ കഷ്ടപ്പാട് വെച്ചുള്ള പൈസ ഞാൻ മേടിക്കുന്നില്ല. ഉണ്ട്, പിന്നെ റിസീവർ എത്ര എണ്ണം നമ്മൾ ചെയ്തിരിക്കും. എന്താണ് നോക്കുന്നത്? ശരിയായോ? ശരിയാക്കി തന്നോ? ഹെവി നമ്മുടെ കുഴപ്പമില്ല. ഞാനവിടെ വേറെ പാർട്ടിയെ കൊണ്ട് ഹലോ വീട്ടിൽ തന്നെ. ഹലോ കേക്കാല്ലേ? ഞങ്ങള് സർവീസിലാ, പറഞ്ഞോ. അതെ, ഞാൻ വീഡിയോ കണ്ടു. ഞാൻ നേരത്തെ വിളിച്ചതല്ലേ, തൃശ്ശൂർന്നാണ്. പറഞ്ഞോ സാറേ. ഒരു സാധനം മറ്റേത് ഉണ്ട്. അതും വർക്ക് ചെയ്യും. ഉണ്ട്. ഇച്ചിരി ഉണ്ട്, റിമോട്ട് ഉണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗം. നീയും കണക്കാ, പുള്ളിയും കണക്കാ, എല്ലാ സാധനവും അതിനകത്തുണ്ടെന്ന് പറ. ഞാൻ സർവീസിലാന്ന് ആദ്യം കോള് വിളിച്ചപ്പോഴേ സർവീസിലാന്ന് പറഞ്ഞതാ സാറേ. എല്ലാം ഉണ്ട് അതിനകത്ത് സാറേ. വേറെ എക്സ്ട്രാ കോഡ് വയർ വേണമെങ്കിൽ വെക്കാം അതിനകത്ത്. അത് കണക്ട് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് സാറേ.
സോണി ജിൻസി യൂട്യൂബ് ചാനൽ സാറ് സെർച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ അമർത്തിയതിന് ശേഷം സാറ് ഓരോന്ന് കാണാം. അപ്പോൾ എല്ലാം മനസ്സിലാവും. അതിനകത്ത് ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളിവിടെ വർക്കിനിടയ്ക്ക് അതോ ഇതൊന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സാധനമുണ്ട്. സാറിന് വേണം ആവശ്യമെന്നുണ്ടെങ്കിൽ ഇത് ഗൂഗിൾ പേ ഉള്ള നമ്പറാണ്. ഇതിനകത്ത് പൈസ ഇട്ടിട്ട് വിളിച്ചോളൂ. അതിനകത്ത് തന്നെ മെസ്സേജിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഇട്ടിട്ട് പറഞ്ഞാൽ മതി, തന്നേക്കാം. ഓക്കെ. ഈ നമ്പർ ഗൂഗിൾ പേ ഉള്ളതാണ്. ആ ഗൂഗിൾ പേ തന്നെ നോട്ടൊന്ന് വരും, മെസ്സേജ് ഒന്ന് വരും. അതിനകത്ത് തന്നെ ഇടാം. ഗൂഗിൾ പേക്ക് പൈസ അടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അടിയിലിടാം. അല്ലെങ്കിൽ മെസ്സേജും ഒക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ഫോൺ നമ്പരും അഡ്രസ്സും പിൻകോഡും ഇടുക. അപ്പം ഞങ്ങൾ ഇന്നിട്ടാ നാളെ വരും. ഇന്നിട്ടാ നാളെ. സാറിൻ്റെ സ്ഥലം എവിടെയാ? ഇന്ന് ഒന്നോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് കിട്ടും. ചിലപ്പോൾ 2 ദിവസം. ഓക്കെ. സർവീസിലാ സാറേ, ഞാൻ ഫോൺ വെച്ചോട്ടെ. ഓക്കെ. 2600. ഇല്ല, 100 രൂപ കൊറിയർ ചാർജും കൂടി ഇട്ടാലും കുഴപ്പമില്ല. ഇയാൾ എന്നെ അങ്ങനെ പോവുള്ളൂ തോന്നുന്ന. പണി ചെയ്യാനും സമ്മതിക്കല. ഇട്ടാ മതി സാറേ, ഇട്ടാ മതി. കുറവൊന്നും. ഹലോ ഹലോ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. കുറവില്ല. 2700. 100 രൂപ കൊറിയർ ചാർജും കൂടി ഇട്ടാൽ മതി. കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അതേ പറയുള്ളൂ. ഞങ്ങൾ കൊറിയറൊക്കെ ഫ്രീ ഇട്ട് തരുവാ. അന്നേരം കൊറിയർ ചാർജും കൂടി 2600 ഇട്ടാ മതിയേ. 2600 ഇട്ടാൽ മതി. കൊറിയർ ചാർജ് ഞങ്ങൾ ഫ്രീ ആയിട്ട് തരുവാ. ഇനിയിപ്പോൾ സാറിന് അത് വേണ്ട എന്നുണ്ടെങ്കിൽ 2700 ഇട്ടോ, ഞങ്ങൾ സ്വീകരിച്ചോളാം. ഓക്കെ. ഉണ്ട്. ഓക്കെ ഓക്കെ. വേറെ ആംപ്ലിഫയർ അയച്ചു തരാം. അതിന് കൊടുക്കാൻ പറ്റിയ ആംപ്ലിഫയർ അയച്ചു തരാം. 3500 രൂപ തന്നാൽ അതിന് കൊടുക്കാൻ പറ്റുന്ന ആംപ്ലിഫയർ അയച്ചു തരാം. എൻ്റെ ചാനലിൽ കയറി ചാനൽ കാണും. സോണി സെൻറ്റർ എന്ന് പറഞ്ഞാലേ അവരാണ് നമ്മൾക്കും സോണി കമ്പനിയാണ് സ്പെയർ തരേണ്ടത്. അപ്പോൾ വേറെ അവർ കൈവിട്ട സ്ഥിതിക്ക് നമുക്ക് വേറെ ബോർഡ് തരാം. ഓക്കെ. നമ്മുടെ ചാനൽ കാണും. ചാനൽ സോണി ജിൻസി ചാനലിനകത്ത് ആംപ്ലിഫയർ ഉണ്ട്. എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് സാറ് കണ്ടു നോക്കാം, എന്നിട്ട് വിളിക്കേ. ഇതില്ല. എന്തോ ആ ഹോം തിയേറ്റർ കമ്പനി പറഞ്ഞ ഇപ്പൊ കമ്പനിക്കാരെന്നാ പറഞ്ഞേ? കിട്ടാനില്ലെന്നോ? കിട്ടാനുണ്ട്. 8000 രൂപ. അത് തന്നെ 8,500 രൂപയാവും. 7,000 രൂപ ആവും. അത് ഒന്നെങ്കിൽ അത് കമ്പനിയിൽ നിന്ന് തന്നെ മേടിക്കുക, അവരോട് തന്നെ പറഞ്ഞ് മേടിച്ച് വെക്കുക. അല്ലെങ്കിൽ അതിന് പകരം കൊടുക്കാൻ പറ്റുന്ന ആംപ്ലിഫയർ തരാം. നമ്മുടെ യൂട്യൂബിൽ അതായത് വർക്ക് ചെയ്യിപ്പിക്കാം നമുക്ക്.
ആ എല്ലാം കണക്റ്റ് ആവും. വീഡിയോ അത് കാണാൻ പറ. വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് സാറ് വിളിക്കാം. നമ്മുടെ ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നുള്ള യൂട്യൂബ് ചാനൽ, സോണി ജിൻസി എന്ന് മാത്രം അടിച്ചാലും ചാനൽ കിട്ടും. അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ എല്ലാ വീഡിയോസും വരും. അപ്പോൾ സാറിന് വേണ്ടത് അതിനകത്തൊന്ന് എടുക്കുക. ഈ ആംപ്ലിഫയറിനെ തന്നെ കുറിച്ച് 3-4 വീഡിയോ ഇട്ടിട്ടുണ്ട്, 5-8 വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടു നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഏതാ വേണ്ടതെന്ന്. എന്നിട്ട് അതിൽ ഏതാ വേണ്ടതെന്ന് സാറ് വന്നിട്ട് പറഞ്ഞു, കണ്ടു കഴിഞ്ഞിട്ട് വിളിച്ചോ. ലിങ്ക് ആണ് ഞാൻ പറഞ്ഞ സോണി ജിൻസി എന്ന് അടിച്ചാൽ മതി, വരും. വയറൂരിയിട്ടേക്കോണോ? ചെരിച്ചിട്ടിട്ടാണോ അവിടെ വെച്ചാണോ? അത് കൊടുക്കളാ. അടുത്തൊന്നും തെറ്റിയിട്ടില്ലായിരുന്നു. എന്താണ് പ്രശ്നം എന്ന് നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോണിയുടെ പഴയ ഡെക്കാണ്. ഡെക്ക് സെറ്റുകളൊക്കെ നമ്മൾ പലതും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം കുറേ പഴക്കമുള്ള സെറ്റുകളായതുകൊണ്ട് ഈ സെറ്റിനെല്ലാം കുറേ ക്ലാവ് പോലെയുള്ള അങ്ങനെയുള്ള ചെറിയ ഈ എന്നാ പറയുന്നത് കണ്ടക്ടൻസ് കപ്പാസിറ്റർ എല്ലാം പൊട്ടിയിട്ട് ലീക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്ത് സോൾഡറിങ് ഒക്കെ ഒത്തിരി ഡ്രൈ ആകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കാലപ്പഴക്കം അനുസരിച്ച് നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ വരുന്നത് പോലെ തന്നെ ഈ സെറ്റുകൾക്കും പ്രശ്നമുണ്ട്. പക്ഷേ സ്പീക്കറുകൾക്ക് അധികം പ്രശ്നം വരാറില്ല. സ്പീക്കറുകൾക്ക് അധികം പ്രശ്നം വരാതിരിക്കുമ്പോൾ നമുക്ക് ആ സ്പീക്കർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന TV 20, AS21 ഇങ്ങനെ തുടങ്ങിയ കുറേ ഹോം തിയേറ്ററുകളുണ്ട്. ആ ആംപ്ലിഫയർ കണക്ട് ചെയ്ത് നമുക്ക് ഈ സ്പീക്കറെല്ലാം ഉപയോഗിക്കാമെന്നാണ്. ഞാൻ അതിൻ്റെ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംബ്ലത്തെ തൊട്ട് കഴിയുമ്പോൾ അവിടെ സബ്സ്ക്രൈബ് എന്ന് വരും. സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ നമ്മൾ ബ്ലാക്ക് കളറാക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഏത് വീഡിയോ വേണമെന്നുള്ള സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും, കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കടന്നു പോകുന്നു എന്നല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്ത് ഒരു വീഡിയോ കാണാൻ പറ്റിയല്ല. അപ്പോൾ കൺട്രോൾ ചെയ്തൊരു വീഡിയോ കാണാം. ഇപ്പോൾ നമ്മളിത് ബ്ലൂടൂത്ത് പിടിപ്പിച്ചതാണ്. ബ്ലൂടൂത്ത് പിടിപ്പിച്ചിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. പാട്ടിടുന്നില്ല, കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് നമ്മൾ പാട്ടടിക്കുന്നില്ല. അപ്പോൾ ഏത് സെറ്റായാലും നമുക്ക് ബ്ലൂടൂത്ത് പിടിപ്പിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണേലും ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഇനി കാണുക. ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നോക്കി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏത് സെറ്റുകളും നന്നാക്കി എടുത്താലും ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ യൂസ് ചെയ്യേണ്ട ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ സെറ്റ് കേടായിപ്പോയി ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയർ കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്കെല്ലാം നല്ല രീതിയിൽ നമുക്ക് ഈ ആംപ്ലിഫയർ കൊടുത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കൊടുത്ത ആൾക്കാരെല്ലാം വളരെ ഹാപ്പിയാണ്. സ്പീക്കറും നല്ല സോണിയുടെ ഒറിജിനൽ സ്പീക്കേഴ്സും ഉണ്ട്. അപ്പം നമ്മൾ അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പം അങ്ങനെ വേണമെങ്കിൽ സോണിയുടെ ഒറിജിനൽ സ്പീക്കർ വിത്ത് 1 year വാറണ്ടി, ആംപ്ലിഫയർ, എവറിത്തിങ് എല്ലാ സാധനവും വിരൽ തുമ്പിൽ നിങ്ങൾക്ക് വീട്ടിലെത്തും. അപ്പോൾ നമുക്ക് സംഗീതം ആസ്വദിച്ച് മുമ്പോട്ട് പോകാം. കേടായിപ്പോയ ഹോം തിയേറ്ററിനെ കുറിച്ച് ദുഃഖിക്കേണ്ട. അതിൻ്റെ സ്പീക്കറുകളെല്ലാം നമുക്ക് വർക്കിംഗ് ആവും. സ്പീക്കറുകളെല്ലാം കൂടെ മധുരമായ സൗണ്ട് പുറത്തു വരും. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അൺസബ്സ്ക്രൈബ്ഡ് ആയിപ്പോവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ചെയ്തവരൊന്നും ചെയ്യണമെന്നില്ല. താങ്ക് യു ഫോർ യു വാച്ചിങ്.